നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ടൻ. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യ വാർത്തയിലേക്ക്. ദിലീപിനെ വെറുതെ വിട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ട് കോടതി. ദിലീപിനെതിരായ ഗൂഢാലോചനാ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി ഉൾപ്പെടെ 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ഇവർക്കുള്ള ശിക്ഷാവിധി ഈ മാസം 12-നാണ്. സംഭവം നടന്ന് 8 വർഷവും 10 മാസവും തികയാനിരിക്കെയാണ് വിധി. രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്ത കേസിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി പ്രഖ്യാപനം. കൊച്ചി നഗരത്തിൽ യുവനടിയെ കാറിൽ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ വി, വിജീഷ് വി, വടിവാൾ സലീം, പ്രദീപ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. ദിലീപിനെ കൂടാതെ 7-ാം പ്രതി ചാർലി തോമസ്, സനൽകുമാർ, ശരത് എന്നിവരെയും വെറുതെ വിട്ടു. ദിലീപിനെ പോലീസ് വേട്ടയാടിയെന്ന അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ പ്രതികരണം. ഒരു കൂട്ടുകാരൻ്റെ ഭാഗം മാത്രമാണ് അത്. അന്ന് ഒരു തെളിവില്ലാണ്ടല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി കൊടുക്കാൻ പോയത്. ഒന്നുമില്ല, ആ സമയത്ത് ഒന്നും വാദിക്കാൻ പോലും ഇല്ലാത്ത കേസായിരുന്നു. അത് കഴിഞ്ഞാണ് ഇയാളെ ഇറക്കി കുറേ തെളിവുകളൊക്കെ വന്നിട്ട് ഒന്നും ചേർന്ന് പോകുന്നില്ല. എല്ലാം ഡിസ്പ്രൂവ് ചെയ്തു, പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത്. ദിലീപിനെ പ്രതിയാക്കുന്നതിന് മാത്രമായിട്ട് ഒരു സീനിയർ ഉദ്യോഗസ്ഥ ആ ടീമിലെ ഏറ്റവും ജൂനിയറായിട്ട് വൈദ്യുതി പോലീസിനെ അന്വേഷണം ഏൽപ്പിച്ചു. അതേസമയം കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. 6 പ്രതികളെയും തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. പൊതുബോധത്തെ ഏറെ സ്വാധീനിക്കുന്ന കേസുകളിൽ തെളിവുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പാഠമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് നൽകുന്നത്. കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മേൽക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെന്നും നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ഇത് അന്തിമ വിധിയല്ലെന്നും മേൽക്കോടതികളുണ്ടെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യ പ്രതികരിച്ചു. കേസിൽ നടിക്ക് പൂർണ്ണമായി നീതി കിട്ടിയില്ലെന്നാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തൽ. വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചെന്നും മന്ത്രി. ഇല്ല, പൂർണ്ണമായ നീതി കിട്ടിയിട്ടില്ല. ഒരു ഭാഗം തെളിയിക്കപ്പെട്ടെങ്കിലും എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിധിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശക്തമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. എക്കാലത്തും അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രിയും സർക്കാരും സ്വീകരിച്ചത്. മേൽക്കോടതിയെ സമീപിക്കുമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം മേൽക്കോടതികളുണ്ടെന്നായിരുന്നു കേസിൽ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ബി സന്ധ്യയുടെ പ്രതികരണം. ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ലെന്നും മുൻ DGP. ഗൂഢാലോചന എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. പ്രോസിക്യൂഷൻ അത് തെളിയിച്ചില്ല എന്നാണിപ്പോൾ വാർത്തയിൽ കണ്ടത്. തീർച്ചയായിട്ടും ഇത് അന്തിമ വിധിയല്ല. മേൽക്കോടതികൾ ഉണ്ട്. വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് നീക്കം. അതിജീവിതയുടെ നിലപാടും നിർണായകമാകും. 24 കൊച്ചി. മഞ്ജു വാര്യരെ കുറ്റപ്പെടുത്തി വിധിക്ക് പിന്നാലെ ദിലീപിന്റെ പ്രതികരണം. കേസിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് കള്ളക്കഥ മെനഞ്ഞെടുക്കുകയായിരുന്നുവെന്നും ദിലീപ് ആരോപിച്ചു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. നടി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ എറണാകുളം ദർബാർ ഹാളിൽ മഞ്ജു വാര്യർ നടത്തിയ ഈ പ്രസംഗം സൂചിപ്പിച്ചാണ് തന്നെ വെറുതെ വിട്ട വിധിയിൽ ദിലീപിന്റെ ആദ്യ പ്രതികരണം. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര്
തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതി പൾസർ സുനിയെയും ജയിലിലെ മറ്റ് പ്രതികളെയും കൂട്ടുപിടിച്ച് പോലീസ് കള്ളക്കഥ മെനഞ്ഞെന്നും അത് കോടതിയിൽ തകർന്നെന്നും ദിലീപ്. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയർ, എൻ്റെ ഇമേജ്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. വിധിക്ക് പിന്നാലെ അഭിഭാഷകൻ ബി രാമൻപിള്ളയുടെ വസതിയിലെത്തി ദിലീപ് നന്ദി പറഞ്ഞു. കോടതി പരിസരത്തും ദിലീപിന്റെ വസതിക്ക് മുന്നിലും ആരാധകർ മധുര വിതരണം നടത്തി. കൊച്ചി. വിധിക്ക് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ചർച്ചകൾ സിനിമാ സംഘടനകൾക്കുള്ളിൽ സജീവം. ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും സംഘടനയിൽ പ്രവർത്തിക്കാൻ തടസ്സമില്ലെന്ന് ഫെഫ്കയും നിലപാട് വ്യക്തമാക്കി. അതിജീവിതയ്ക്ക് പിന്തുണയുമായി ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകരും രംഗത്തെത്തി. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നായിരുന്നു അമ്മ സംഘടനയുടെ വാർത്താക്കുറിപ്പ്. വിധി വന്നതോടെ അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തുമോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, കോടതിയെ ബഹുമാനിക്കുന്നു എന്നാണ് അമ്മ സംഘടനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. വിധിയിൽ സന്തോഷമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. കാരണം ദിലീപേട്ടനെ പോലൊരാൾ അന്നും ഇന്നും ഞാൻ അത് തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതേസമയം ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന സൂചനയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും ഫെഫ്കയുടെയും പ്രതികരണം. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കുള്ളൂ. വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് നാദിർഷ ഉൾപ്പെടെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾ. തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് നടി രഞ്ജിനി. തുടങ്ങിവെച്ച പോരാട്ടം തുടരുമെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മിയും പ്രതികരിച്ചു. അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഈ വ്യക്തിക്കെതിരെ ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷികളും ഉണ്ടായിട്ടും ഇതാണ് എങ്കിൽ എന്നൊരു ഷോക്കിലാണ് സത്യത്തിൽ ഇരിക്കുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റിമ കല്ലിങ്കലും രമ്യ നമ്പീശനും ഉൾപ്പെടെയുള്ളവർ. പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇരയാക്കപ്പെടുന്ന ആൾക്കാർ നിരന്തരം തോൽപ്പിക്കപ്പെടുക ചെയ്യുക. വിധിയെ വിമർശിച്ച് നടി പാർവതി തിരുവോത്ത രംഗത്തെത്തി. 24 കൊച്ചി. 7 വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. അതിസങ്കീർണമായ നാടകീയ സംഭവങ്ങളിലൂടെ കടന്നുപോയ കേസിന്റെ വിധി വന്നപ്പോൾ നടൻ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. പൾസർ സുനി അടക്കം 6 പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി. കേസിന്റെ നാൾവഴികളിലേക്ക്. ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിൽ യുവനടി ആക്രമിക്കപ്പെട്ടു. ഫെബ്രുവരി 23 കേസിലെ മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായി. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ ജൂലൈ 10 അറസ്റ്റ് ചെയ്തു. ദിവസത്തിനു ശേഷം 2017 ഒക്ടോബർ 3 8ാം പ്രതിയായ ദിലീപിന് ജാമ്യം ലഭിച്ചു. 2017 നവംബറിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2018 മാർച്ച് 8 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചു. ആകെ വിസ്തരിച്ചത് 261 സാക്ഷികളെ, ഹാജരാക്കിയത് 1600 രേഖകൾ. സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് കേസിലുടനീളം കണ്ടത്.
2024 ഡിസംബർ 11 കേസിലെ അന്തിമവാദം ആരംഭിച്ചു. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി. തുടർന്ന് പ്രോസിക്യൂഷന്റെ മറുപടി വാദവും പൂർത്തിയായി. 2025 ഡിസംബർ 8 വിധി പറഞ്ഞപ്പോൾ 10 പ്രതികളിൽ ദിലീപ് അടക്കം 4 പ്രതികളെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. പൾസർ സുന്നി അടക്കം 6 പ്രതികൾ കുറ്റക്കാരെന്നും കോടതി കണ്ടെത്തി. റിസർച്ച് ഡെസ്ക് 24. അതിജീവിതയ്ക്കൊപ്പമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചില പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും ചിലർ ഒഴിവാക്കപ്പെട്ടതും എന്തുകൊണ്ടെന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. വിധിയിൽ ഉമാ തോമസ് MLA നിരാശ പ്രകടിപ്പിച്ചു. കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി നേരിട്ടെങ്കിലും അതിജീവിതയ്ക്കൊപ്പമെന്ന പ്രതികരണമാണ് സർക്കാരിൻ്റേത്. സർക്കാർ എന്നും എനിക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. അതിന് മാറേണ്ട കാര്യമില്ല. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതിൻ്റെ നിയമ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശരിയായ നിലപാടുകൾ തന്നെ സ്വീകരിക്കും. പോലീസ് ഗൂഢാലോചന നടത്തിയെന്ന ദിലീപിന്റെ ആരോപണം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. അതെ, പോലീസ് ഒത്തുകളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാകും. ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ. ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് എന്നാണല്ലോ അതിന്റെ ഒരു ഗ്യാരണ്ടി. പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏത് തെളിവുകൾ ഇല്ലാത്തതിന്റെ അഭാവത്തിന്റെ പേരിലാണ് ആളുകളെ വെറുതെ വിട്ടത് അല്ലേ? അതിൽ പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ഇതൊക്കെ വിശദമായ ജഡ്ജ്മെന്റ് വരുമ്പോഴല്ലേ പറയാൻ പാടുള്ളൂ. ഞാനത് മുൻകൂട്ടി ഒരു ഊഹത്തിൽ അത് പറയുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറ, ശരിയാണോ? വിധി തൃപ്തികരമല്ലെന്നും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. വിധിയിൽ ഉമാ തോമസ് MLA നിരാശ പ്രകടിപ്പിച്ചു. നീതിക്കുവേണ്ടിയുള്ള സമരം ഇപ്പോഴത്തെ വിധിയോടെ അവസാനിക്കുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വിധി എതിരാണെങ്കിലും പൊതുസമൂഹം അവൾക്കൊപ്പമെന്നായിരുന്നു KK രമ MLAയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് 24. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യയിലേക്ക് തിരികെ. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തദ്ദേശപ്പോരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലെത്തും. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള തെക്കൻ ജില്ലകളിൽ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമായ ഇന്നും വോട്ടേഴ്സിനെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥികൾ. തെക്കൻ കേരളത്തിലെ 471 ഗ്രാമപഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 3 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ 11,168 വാർഡുകളിലെ വോട്ടർമാരാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിനായി 15,432 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഏറ്റുവാങ്ങിയ സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 6 മണിക്ക് മോക്ക് പോളിംഗ് തുടങ്ങും. ഒന്നാം ഘട്ടത്തിൽ 7 ജില്ലകളിലായി 62,51,219 പുരുഷന്മാരും 70,32,444 സ്ത്രീകളും 126 ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടെ 1,32,83,789 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. ജില്ലയിലെ 186 ബൂത്തുകളിലാണ് പ്രശ്നസാധ്യതയുള്ളത്. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷയും വെബ്കാസ്റ്റിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആവേശം കൊട്ടിക്കയറിയ പരസ്യപ്രചാരണത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിലുള്ള ദിവസമാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹ മാധ്യമങ്ങൾ വഴിയും പ്രചരണം സജീവമാണ്. 24 തിരുവനന്തപുരം. രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി മറ്റന്നാൾ വിധി പറയും. അതുവരെ കടുത്ത നടപടി പാടില്ലെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കി. അതിക്രൂര ബലാത്സംഗം വിവരിച്ച് അതിജീവിത SITക്ക് മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വാദം കേട്ടു. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അതിജീവിതയുടെ മൊഴി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ക്രൂരമായ പീഡനത്തിനിരയായെന്നാണ് മൊഴി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്.
ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞായിരുന്നു അതിക്രമം. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചുവെന്നും പെൺകുട്ടി മൊഴി നൽകി. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നുവെന്നും ഫോൺ എടുത്തില്ലെങ്കിൽ അസഭ്യം വിളിക്കുമായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. കുഞ്ഞു വേണമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടെന്നുമാണ് മൊഴി. രാഹുലിനെ ഭയമാണ്. കേസുമായി മുന്നോട്ട് പോകാൻ ഭയപ്പെടുന്നുവെന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത പറഞ്ഞു. ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. 24 തിരുവനന്തപുരം. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷിക ചർച്ചയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്ദേ മാതരത്തിലെ പ്രധാന വരികൾ നെഹ്റു ഒഴിവാക്കിയെന്നാണ് വിമർശനം. രാജ്യത്തെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ വന്ദേ മാതരത്തെ സർക്കാർ ഉപയോഗിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിച്ചു. ലോക്സഭയിൽ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിൽ കോൺഗ്രസ് വന്ദേമാതരത്തെ അവഗണിച്ചുവെന്ന് ആരോപിച്ചു. വന്ദേമാതരത്തെ എതിർത്ത മുഹമ്മദ് അലി ജിന്നയ്ക്ക് ജവഹർലാൽ നെഹ്റു വഴങ്ങി. അടിസ്ഥാനമില്ലാത്ത ആരോപണത്തിലൂടെ പ്രധാനമന്ത്രി ഭരണഘടനാ ശില്പികളെ അപമാനിച്ചുവെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കണ്ടാണ് വിഷയം ചർച്ച ചെയ്യുന്നത്. നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണമെന്നും ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നും പ്രിയങ്ക ഗാന്ധി. വന്ദേമാതരം പ്രത്യേക ചർച്ച നാളെ രാജ്യസഭയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്ക് തുടക്കമിടും. നാളെ ലോക്സഭയിൽ SIR സംബന്ധിച്ചുള്ള 10 മണിക്കൂർ ചർച്ച നടക്കും. 24 ഡൽഹി. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്ന് ഇതുവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 70,000 കടന്നു. പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വർധന. പുല്ലുമേട് വഴി എത്തുന്നവർക്ക് 18ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. വാവരുസ്വാമി നടക്കി മുന്നിലൂടെ ആൽമരത്തിന് അരികിലൂടെ പ്രവേശിച്ച് ഇവർക്ക് 18ാം പടി ചവിട്ടി ദർശനം നടത്താം. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ അവസാന ഘട്ടത്തിലേക്ക് ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തുടർച്ചയായ 7ാം ദിവസവും പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ വിമാന കമ്പനി രാജ്യവ്യാപകമായി ഇന്ന് റദ്ദാക്കിയത് 500-ലധികം വിമാന സർവീസുകൾ. ബുദ്ധിമുട്ട് നേരിട്ട യാത്രക്കാരുടെ ആവശ്യകതകൾ നടപ്പാക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി. ആലപ്പുഴ മാവേലിക്കരയിൽ അമ്മയെ മകൻ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് കല്ലുമല പുതുച്ചിറ സ്വദേശിയും മാവേലിക്കര നഗരസഭ മുൻ കൌൺസിലറുമായ കനകമ്മ സോമരാജൻ. മകൻ കൃഷ്ണദാസ് പോലീസ് കസ്റ്റഡിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പിതാവിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 9ാം ക്ലാസ്സുകാരി ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. പിതാവ് പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നും പെൺകുട്ടി. കോഴിക്കോട് ബാലുശ്ശേരി സംസ്കൃത കോളേജിൽ അധ്യാപകന്റെ നേരെ പാഞ്ഞെടുത്ത് കാട്ടുപന്നി. അധ്യാപകൻ ഡോക്ടർ A മനോജ് കുമാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവം കഴിഞ്ഞ ദിവസം പകൽ 3:30. വയനാട് മുത്തങ്ങയിൽ കുങ്കിയാനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക്. പാപ്പാൻ വൈശാഖിന് പരിക്കേറ്റത് സുരേന്ദ്രൻ എന്ന ആനയുടെ ആക്രമണത്തിൽ. ആനയെ ആക്രമിച്ചത് പരിശീലനത്തിനിടെ. കോഴിക്കോട് കോർപ്പറേഷനിലെ LDFന്റെ തിളക്കം പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടന്നെന്നും കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് ഉത്തരവാദിത്തമെന്നും ജില്ലാ കളക്ടർ. ഇതോടെ വാർത്താ സന്ധ്യ പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതൽ സാർന്ന പരിപാടിയുമായി B ദിലീപ് കുമാർ ചേരും പ്രേക്ഷകർക്കൊപ്പം.